ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് ഈ വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ. 1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്റർ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത്. മാറിയില്ലേ? തൊട്ട 7 ആറ്റി കുളിക്കണം. ഞാൻ 1 മിനിറ്റ് ഇപ്പൊ വരാം. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്താ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാൾ വരണോന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ നീ കൊണ്ടുവരൂ. എനിക്ക് ഇടി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ നീ സംഗതി. കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക. ഇനി പന്ത് എന്റെ കയ്യിലാണ്. എനിക്ക് ആ പ്രഭാത പ്രഭു നടത്തിയണം. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം, മാട്ടുപ്പെട്ടി ചന്തയിലെ വെറും കൂലിയെ നിന്നെ കുറിച്ചും നിന്റെ കുടുംബമേ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം. അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല. ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചോടിച്ച് പെണ്ണിനെ മറ്റൊരുത്തനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ എന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കേ? ആ പെണ്ണിന് നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും മാങ്ങും തിന്നുന്നത് വരെ. എങ്ങനെ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പുറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപേക്കത്തുമില്ല. ഓക്കെ ഓക്കെ, സമ്മതിച്ചിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഇടപാടുകളൊക്കെ തീർന്നല്ലേ? ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ടിരിക്ക. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ, അത് നടക്കുവോ? നടക്കണ്ട, കാറി പോയാ മതി. വാ വാ, നീ വാടേ മണ്ണുണ്ണി. അച്ഛാ, ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും സാരമില്ലടേ. നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്താക്കാൻ കഴിയില്ലടേ. അല്ല, നിങ്ങളെ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ എത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കരുത്. എടി, അവിടെ കിടന്ന് ക്വാന അടിക്കാതെ രാഹുകാലത്തിന് പുറപ്പെട്ടിട്ട് വരി. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ്? ഓ, നാണം കെട്ട ഒരു നാട്ടുകടപ്പ്. മോളെ പാർവതി, എന്റെ അച്ഛൻ എന്തായാലും ആ വീട്ടിലോട്ട് കയറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് നമുക്കൊരു ഊട്ടിയിലോ കൊടൈക്കനാലോ ടൂർ പോയാലോ? ശരിയാ, ആ തണുപ്പിൽ 1.5 മാസം കൊണ്ട് സംഭവം ശരിയാക്കാം. എന്ത് സംഭവം? ഈ വീട്ടിൽ കയറുന്ന സംഭവം. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട. കണ്ണേട്ടന്റെ വീട്ടിലേക്ക് പോയാൽ മതി. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം. എന്നിട്ട് സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം. അതുവരെ നിന്റെ അച്ഛനും വിവരം അറിയണ്ട. 1 മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തൊട്ട് കയ്യിലുണ്ടല്ലോ. വണ്ടി പറ ഏതെങ്കിലും ലേസി റൂമിലോട്ട്. അല്ല, നമ്മളെങ്ങോട്ടേ പോണത്? ഞാനും അതാ ആലോചിക്കുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? എനിക്ക് അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഒരു പേടി. എന്തായാലും എല്ലാം ഒരിക്കലും അറിയും. എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോവാം. അയ്യോ, വീട്ടിൽ പോകാൻ പറ്റില്ല. എന്റെ തല വിട്ടും. അതിന് തെറ്റ് ചെയ്തത് ഞങ്ങളല്ലേ? കൂട്ടി നിന്നത് ഞാനല്ലേ? ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. നീ വീട്ടിലോട്ട് വണ്ടി വിട്. രണ്ടിലൊന്നും അറിയണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, വീട്ടിൽ പോകാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം. നീ വണ്ടി വിട്. എനിക്ക് പറ്റില്ല. ഡ്രൈവർ, ബാലേട്ടൻ പറയണ കേട്ടാ മതി. വണ്ടി എടുക്കാൻ. നീ വണ്ടി ഇടറേ. എന്താ പരിപാടി? നീ ഒന്ന് ഇത് പിടി. ഓ, ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു. എന്നെ അവര് പിടിച്ച് പുറത്താക്കുന്നു. കല്യാണം കഴിച്ചുകൊണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു. മൊത്തത്തിലൊരു കളി, അത്രേ ഉള്ളൂ. ഇതൊക്കെ ശരിയാവോ? എനിക്ക് പേടിയാവോ? ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. നീ കാറിലിരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പെണ്ണ് പൂമാല. ദൈവമേ, കൊച്ചുമാലയുടെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഉണ്ണിക്കുട്ട കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞു. പെണ്ണും പൂമാലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം പറയണ്ട. ഒന്നും പറയണ്ട. എന്നെ അറിയിക്കാതെ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു. ഓ, അത് ശരി. ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞൊന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഞഞ്ഞാ വർത്താനം പറഞ്ഞാൽ എങ്ങനെ? ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല. ഇല്ലേ? ഇല്ല. അയ്യോ, തീരുമാനമെടുക്കാൻ നീ ആരാടാ? ഒടാ വെളിയിൽ. എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന്
നീ ഒരിക്കലും വിചാരിക്കുന്നടി. അഭിമാനമുള്ളവനാ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മകൻ. നോക്കിക്കോ, ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങളെ നാട്ടിക്കും. വല്ല ചേരിയിലും പോയി താമസിക്കും. എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു. ഇറങ്ങി പോടാ വെളിയിൽ. ഞങ്ങൾ പോകും, പിന്നെ തിരിച്ചു വിളിക്കരുത്. പോകാൻ വണ്ടിയിലോട്ട് കയറിയട്ടെ. അച്ഛൻ ഇത്രയ്ക്ക് ചൂടാവാൻ എന്താ കാര്യം? നീ ഒന്നും കേട്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല? അത് നന്നായി. നീ വണ്ടി ചേരിയിലോട്ട് വിട്, ഞാൻ കാണിച്ചുതരാം. വാശിയെങ്കി വാശി. രക്തമായി പോയില്ലേ? ബുദ്ധിമുട്ടായല്ലേ? എല്ലാം ഒത്തിണങ്ങി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് നേരത്തെ വിചാരിച്ചു. എന്നാലും എത്ര നാളെന്ന് വെച്ചാ ഈ വാശിയിൽ ഇങ്ങനെ കഴിയുക? വാശി എന്ന് വെച്ചാ വാശി തന്നെ. ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ. സത്യമായിട്ടും നാളെ മുതൽ കൂലിപ്പണിക്ക് പോവോ? പോവും. അതിന് നീ എന്നെ തടയരുത്. ഇതെന്റെ പേഴ്സണൽ വൈരാഗ്യമാണ്. അങ്ങനെ മറ്റേടത്ത മാട്ടുപ്പെട്ടി മഹാദേവനാണെങ്കിൽ ഞാനയുടെ മകനല്ലേ? എനിക്ക് വലിയ അഭിമാനം. പിന്നെ മോളെ, പുറത്തേക്ക് ഇറങ്ങി ആരുമായിട്ടും വർത്താനം പറയണ്ട. നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റിയ ആൾക്കാരേ അല്ല, ചേരിയാ. നുണയേ പറയൂ. എന്നെ പറ്റി പറയുന്ന ചില നുണകൾ കേട്ടാ നീ ഞെട്ടിപ്പോവും. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് എന്റെ ബാലേട്ടനെ എന്നും ഇങ്ങനെ കണ്ടാ മതി. എന്നും ഇങ്ങനെ കാണും, അതാ എന്റെ പേടി. അതെന്താ? അല്ല, മോളുടെ ഈ വിശ്വാസം മാത്രം മതി എനിക്ക്. നീ ധൈര്യമായിട്ട്. ആരാത്? ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും. മോൾ ഇവിടെ ഇരുന്നാ മതി, അങ്ങോട്ട് വരണ്ട. ഞാൻ പോയി നോക്കിച്ചു വരാം. നീ എന്താ ഈ പാതിരാത്രിക്ക്? ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? നീയൊക്കെ കൂടി ഒലത്തി എന്റെ വീട്ടിൽ ചെന്ന് ഓതിയത് എന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ. എന്നൊന്ന് കാണാൻ കൂട്ടാക്കാതെ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ എന്റെ വീട്ടിൽ തന്നെ പുറത്താക്കി. ഓ, എപ്പോ? തമാശിക്കല്ലേ? പതുക്കെ, ലക്ഷ്മി കേൾക്കും. ലക്ഷ്മി കേക്കട്ടാ. ഞാൻ ഈ കഥ ഒന്ന് ചാരി. വീടും കൂടില്ലാത്ത എനിക്കിനി ഒന്നും നോക്കാനില്ല. ഞാനിപ്പോ വിളിച്ചു പറയും നീ മഹാദേവന്റെ മകനല്ലാന്ന്. ചേരി ചെന്താമര അതും പറഞ്ഞ് നീ എന്നെ വരട്ടാൻ നോക്കണ്ട ലക്ഷ്മി. ഉപദ്രവിക്കാതെ, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രിയാണ്. നീ ഒന്ന് സമാധാനിക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? ഞാൻ പ്രാർത്ഥിക്കണം. ലക്ഷ്മി, നീ ഇത് എവിടെ കയറി പോന്നു? ആരോ വരുന്നുണ്ടല്ലോ. കണ്ട, പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും. പോയി എവിടെയെങ്കിലും രക്ഷപ്പെട്ടു, ബാക്കിയാണ് ഞാൻ ഏറ്റ്. അങ്ങോട്ട് അവിടെ പോകുന്നു. രക്ഷപ്പെടാം. അവിടെ ഫസ്റ്റ് ഡേറ്റ് നടക്കല്ലോ, വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. അവന് നിന്നെ മനസ്സിലായിട്ടില്ല, പോയി രക്ഷപ്പെട്ടോ. രാജപ്പനെ ഓടിക്കരുത്, ഞാൻ സ്പീഡ് കൂട്ടും. അയ്യോ അമ്മേ. നമ്മുടെ ഡ്രൈവറാ, ഇത് അവന്റെ വീടാ. പൊതുകടിയുണ്ടോ, സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ. പാവം. അയാളെന്തിനാ ഓടുന്നു? എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. കൂടെ ഒരാൾ ഓടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും. ചേരി പ്രദേശമല്ലേ, നീ വാ.